ഇന്ന് ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. വെയിലുണ്ട്, പക്ഷെ വെയിലിന് അത്ര ചൂടില്ല. ഈ ഒരാളെ ഞാൻ വീടിൻ്റെ പരിസരത്ത് കണ്ടു തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടോ. എന്തായാലും അമ്മക്കിളിയും ഈ ഒരു കുഞ്ഞിക്കിളിയും കൂടിയിട്ട് കുറച്ച് ദിവസമായി ഇവിടെ ചാടി ചാടി നടപ്പുണ്ട്. ബാക്കി സിബ്ലിങ്സ് ഒക്കെ പറന്ന് പോയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഗാർഡൻ ഉണ്ടല്ലോ ഞങ്ങളുടെ നൈബറിൻ്റെ ആട്ടോ. 2 ആഴ്ച മുമ്പ് ഇവിടെ ഫുള്ള് പിങ്ക് കളറിലുള്ളൊരു ഫ്ലവർ ആയിരുന്നു. ഇപ്പോൾ അത് ഫുള്ള് പോയി. ഇതേ വേറൊരു ഫ്ലവർ വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക്കാന്ന് വിചാരിക്കുള്ളൂ, പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഈ ഒരു ചെടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഇവരുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇത് കാണുന്നത്. നമ്മുടെ ക്ലൈമ്പിംഗ് റോസ് ആണെന്നാണ് തോന്നണത്. ചിലപ്പോൾ ക്ലൈമ്പിംഗ് റോസിൻ്റെ വേറെ വെറൈറ്റി ആയിരിക്കാം. എന്തായാലും നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടോ കാണാൻ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കാണുമ്പോൾ നമ്മുടെ സാധാ റോസിൻ്റെ പോലെ തന്നെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്ലൈമ്പിംഗ് റോസ് തന്നെ ആയിരിക്കും. ഇവരുടെ ബാക്ക് യാർഡിലുണ്ടല്ലോ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും ഇവിടെ അങ്ങോട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട് കേട്ടോ. ഈ കാണുന്നതാട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആളെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ 2 പേരുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇത്ര നാൾ കുറച്ച് പുല്ലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കാണാതെ പോയതാണ്. സമയം ഒരു 7:15, 7:30 ആയിട്ടുണ്ട്. എങ്കിലും ഈ ആകാശം കാണുമ്പോൾ എനിക്കൊരു 4:30 ഫീൽ ചെയ്യണുള്ളൂ. എന്തായാലും ഈവനിങ് സ്നാക്സ് കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ഡിന്നർ കഴിക്കട്ടെ. ടാറ്റാ.